ഹലോ എവ്രി വൺ. കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നഗറ്റ്സ് അല്ലേ. അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ കാണും. അതേസമയം നമ്മളിത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിലോ. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ല അടിപൊളി നഗറ്റ്സ്, അതും ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് വേണ്ടത് ചിക്കൻ. ഇന്ന് ഞാനിപ്പോൾ ഒരു 250 ഗ്രാംസിന്റെ ആണ് കാണിക്കുന്നത്. ചിക്കൻ ഞാൻ 8 മണിക്കൂറോളം ഞാൻ മോരും വെള്ളത്തിൽ, അത് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് അതിനകത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മോരും വെള്ളം പോലെ ആക്കി അതിനകത്ത് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. കാരണം ഇത് നല്ലോണം ടെൻഡറായി കിട്ടാൻ, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നല്ല ടെൻഡറായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ അത് ചെയ്യണത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ആ ഒരു ടെൻഡർനെസ് കിട്ടണമെങ്കിൽ ഇതേപോലെ അത് 8 hours ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ജസ്റ്റ് ഈ മോരും വെള്ളത്തിൽ ഒന്ന് മുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ചിക്കൻ ഇതേപോലെ സ്ക്വയറോ റെക്റ്റാങ്കിളോ നമ്മൾ ചിക്കൻ നഗറ്റ്സിന്റെ ഷേപ്പില്ലേ അതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ബോൺലെസ് ചിക്കൻ തന്നെ വേണമല്ലോ അല്ലെ. ചിക്കൻ നഗറ്റ്സിന് എപ്പോഴും നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് എടുക്കുക. പിന്നെ മൈദ 1/2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഓൾ സ്പൈസസ് പൗഡർ എന്നും പറഞ്ഞ് നമുക്കിത് ഷോപ്പിൽ കിട്ടും. ഓൾ സ്പൈസസ് പൗഡർ 1/4 ടീസ്പൂൺ. അഥവാ ഓൾ സ്പൈസസ് പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഗരം മസാലയും യൂസ് ചെയ്യാം. പക്ഷെ അത് ഡബിൾ ആയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൾ സ്പൈസസ് പൗഡർ നമ്മൾ 1/4 ടീസ്പൂൺ ആണ് 250 ഗ്രാംസിന് എടുക്കുന്നത്. അതേസമയം ഗരം മസാല പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കണം. പിന്നെ 1 മുട്ട, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. ഇതൊരു 5-6 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ നോർമൽ നമ്മുടെ ബ്രെഡ് എടുത്ത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പെപ്പർ 1/2 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി 1/4 ടീസ്പൂൺ നമുക്ക് ചിക്കനിലേക്ക് ഇടാം. പിന്നെ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഓൾ സ്പൈസസ് പൗഡറിൻ്റെ പകുതി. നമ്മൾ 1/4 ടീസ്പൂൺ മതി. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയായിട്ട് ഇതിനകത്തേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ പെപ്പർ ഇടുമ്പം നിങ്ങൾക്ക് ഒരു 1/4 ഭാഗം വേണമെങ്കിൽ ഇടാം. ബാക്കി കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി. അപ്പം ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയും ഇതങ്ങോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമ്മുടെ മൈദ അതൊന്ന് ഇട്ട് അതിലേക്ക് പെപ്പർ പൗഡർ ബാക്കി മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ പകുതി ഭാഗം, അതും ആവശ്യത്തിന് ഉപ്പും ഓൾ സ്പൈസസ് പൗഡറിൻ്റെ പകുതിയെ നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടില്ലായിരുന്നു. ബാക്കി പകുതിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മൈദയിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തു. ഇനിയും നമ്മുടെ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടാണ്, വലിയ സ്പൈസ് ഒന്നും ഇല്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പൈസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിനകത്ത് പെപ്പർ പൗഡറും എല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ എല്ലാം കോട്ട് ചെയ്ത് വെച്ചു. ഒരു 250 ഗ്രാംസിൻ്റെ ഒരു 12 പീസ് നഗറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു കോട്ട് ചെയ്തത് നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് വെക്കണം. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഉടനെ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സീൽ ബാഗിൽ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് എപ്പോഴാണ് ഫ്രൈ ചെയ്യേണ്ടത് അതിനൊരു 1/2 മണിക്കൂർ മുമ്പൊന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയായിരുന്നു, അത് മീഡിയത്തിലേക്ക് ആക്കി ഇനിയും
പതുക്കെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഇപ്പം എണ്ണ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊക്കെ ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി. ഒന്ന് നമുക്ക് തുറന്നൊന്ന് നോക്കാം, ഒന്ന് തിരിച്ചിടാം. ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് പതുക്കെ ഇതങ്ങോട്ട് മാറ്റാം. എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി, അകമെല്ലാം വെന്തിട്ടുണ്ടാവും. ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നഗറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തു. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള നഗറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.